ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രേമയുഗമാണ്. ഇന്ന് കേരള ബോക്സ് ഓഫീസിലും അതുപോലെ തന്നെ കേരളത്തിലെ സിനിമാ പ്രേമികളുടെ ഇടയിലും ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് പ്രേമയുഗം. ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് ഹോളിവുഡിൽ നിന്ന് ഒരു ഗംഭീര ക്ലാഷ് റിലീസ് നടന്നായിരുന്നു. ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ, ആരും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ക്ലാഷ് റിലീസ്, ബാർബി വേഴ്സസ് ഓപ്പൺഹൈമർ. ഈ രണ്ട് സിനിമകൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാര്യം ഈ രണ്ട് സിനിമകൾക്കും ഗംഭീര ഫാൻ ഫോളോയിങ് ആണുള്ളത്. ബാർബി എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾ കോമിക് ബുക്സിനൊക്കെ അഡിക്റ്റ് ആണ്. കൊച്ചിലെ തൊട്ടേ അത് വായിച്ചാണ് വളരുന്നത്. അപ്പോൾ ആ കോമിക് ബുക്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ബാർബി. അതുപോലെ തന്നെ ബാർബി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഷോസും മൂവീസൊക്കെ അവർ വേറെ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പുറത്തെന്ന് പറയുന്നത് ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന ലോകം മുഴുവൻ ആരാധകരുള്ള ബുദ്ധിരാക്ഷസനായിട്ടുള്ള ഒരു സംവിധായകൻ്റെ സിനിമ ഓപ്പൺഹൈമർ. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളും ഏറ്റുമുട്ടുന്നു എന്ന് പറയാൻ നേരത്ത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം രണ്ട് സിനിമകൾക്കും ഹ്യൂജ് ഫാൻ ഫോളോയിങ് ആണ്. രണ്ട് സിനിമകളിലെ ഫാൻസ് തമ്മിൽ ഫാൻ ഫൈറ്റ് വരെ നടക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇവിടെ മാത്രമല്ല, അവിടെയും ഫാൻ ഫൈറ്റൊക്കെ ഉണ്ട്. DC വേഴ്സസ് മാർവലൊക്കെ അവിടെയും നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് സാധ്യതയുള്ളതുകൊണ്ട് ആദ്യം അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് സിനിമയുടെയും ആരാധകർ ഇതിന് വളരെ മാതൃകാപരമായിട്ടുള്ള രീതിയിലാണ് ഈ ക്ലാഷിനെ കൈകാര്യം ചെയ്തത്. നമ്മളൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം രണ്ട് സിനിമകൾക്കും ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ ഒരു ബാർബൻ ഹീമർ എന്ന് പറയുന്ന ഒരു ഹാഷ് ടാഗ് ട്വിറ്ററിലും അതുപോലെ ലോക സിനിമാ പ്രേമികളുടെ ഇടയിലും മുഴുവൻ ട്രെൻഡിങ് ആക്കാൻ തുടങ്ങി. കാര്യം രണ്ട് സിനിമകളെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് രണ്ട് സിനിമകളും കാണണമെന്ന് പ്രേരിപ്പിക്കുന്നതായിരുന്നു ആ ഒരു പ്രവൃത്തി. അതിലൂടെ ഈ രണ്ട് സിനിമകൾക്കും ഗംഭീരമായിട്ടുള്ള സാമ്പത്തിക വിജയം നേടാൻ പറ്റും. കാര്യം സോളോ റിലീസിലൂടെ ഈ രണ്ട് സിനിമകൾ വന്നു കഴിഞ്ഞാൽ എത്ര കളക്ഷൻ കിട്ടുമോ, അത് ക്ലാഷ് റിലീസിലൂടെ നേടിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് നേടിയെടുക്കാൻ സാധിച്ചു ഗൈസ് ഈ രണ്ട് സിനിമകൾക്കും. അതേപോലെ തന്നെ ഒരു ക്ലാഷാണ്, ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇവിടെ കേരള ബോക്സ് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേമലു വേഴ്സസ് ബ്രഹ്മയുഗം. കേരളത്തിൽ മാത്രമല്ല, മലയാളം മൂവീസിന് കൂടുതലായിട്ട് റിലീസ് കിട്ടുന്ന ഔട്ട്സൈഡ് കേരള, ഇപ്പം ബാംഗ്ലൂർ, ചെന്നൈ അതുപോലെയുള്ള സിറ്റീസിലും അതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യ ഓവർസീസ് മാർക്കറ്റിലും നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിൽ ഓവർസീസും ഔട്ട്സൈഡ് കേരളയൊക്കെ കൂടുതലായിട്ടും ബ്രഹ്മയുഗമാണ് ലീഡ് ചെയ്യുന്നത്. കൂടുതൽ ഷോസൊക്കെ ബ്രഹ്മയുഗത്തിനാണ് കിട്ടിയേക്കുന്നത്. പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. വളരെ ടൈറ്റ് എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നലെ രാത്രി എനിക്ക് തോന്നുന്നൊരു 9:30 ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടുപോയി ഗൈസ്, കള്ളം പറയുമല്ല, സത്യമായിട്ട് ഒരു 9:30 ടൈമിൽ നോക്കിയപ്പോഴത്തേക്കും ബുക്ക് മൈ ഷോയിൽ 1 അവറിൽ ബുക്കായ ടിക്കറ്റ്സ് പ്രേമലുവിന് ഏകദേശം 7.04 സംതിങ്, അതുപോലെ തന്നെ ബ്രഹ്മയുഗത്തിന് 7.24K സംതിങ്. അപ്പോൾ അത്രയും വലിയ ടൈറ്റ് കോമ്പറ്റീഷനാണ് പ്രേമയുഗമല്ല, പ്രേമലു റിലീസായിട്ട് കുറച്ച് നാളായി, നമുക്കറിയാം ഒരാഴ്ചയോളം ആയിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ് കൊടുക്കുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. കാര്യം പ്രേമലു എന്ന് പറയുന്നത് ഒരു ഫാമിലി പടമാണ്. ഗംഭീര പോസിറ്റീവാണ് വന്നേക്കുന്നത്. ആ സിനിമ കുടുംബമായിട്ടും കുട്ടികളായിട്ടും കാമുകിയായിട്ടും അല്ല ആരൊക്കെ ആയിട്ട് വേണമെങ്കിലും പോയി കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. മറിച്ച് ഇപ്പുറത്ത് ബ്രഹ്മയുഗം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഇതുവരെ റിലീസാകാത്ത അല്ലെങ്കിൽ ആയിട്ടില്ലാത്ത ഒരു കൺസെപ്റ്റ് റിലീസായിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊന്നും ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയൊരു ഡെയറിങ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ഫിലിമാണ് ബ്രഹ്മയുഗം. ആ സിനിമയ്ക്ക് കിട്ടുന്ന ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ഗൈസ്. കാര്യം അത്രയ്ക്ക് ത്രില്ലിംഗ് ആണ്. സിനിമ പ്രേമികൾ ഈ ഒരു ചിത്രത്തിന് ടിക്കറ്റ് എടുക്കുന്ന കാണുമ്പോഴും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന കാണുമ്പോഴും നമ്മുടെ ഇൻഡസ്ട്രി അടുത്ത ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതിന് തെളിവായിട്ടാണ് ബ്രഹ്മയുഗം ഇന്ന് തിയേറ്ററിൽ ഈ ഒരു മാസീവായിട്ടുള്ള റണ്ണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സൺഡേ ആണ്, ഇന്നും ഹെവി ബുക്കിംഗ്. ഗൈസ്, ഈ ക്ലാഷ് കാണാൻ നേരത്ത് സന്തോഷം തോന്നാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. കാര്യം കഴിഞ്ഞ വർഷം ഒരുപാട് സിനിമകളാണ് തിയേറ്ററിലേക്ക് കൊണ്ട് ഡംപ് ചെയ്ത് കളഞ്ഞത്. വയറിളകിയ പോലുള്ള ചിത്രങ്ങളായിരുന്നു. അതിന് കാരണവും സിനിമാക്കാർ തന്നെ പറഞ്ഞായിരുന്നു. കാര്യം കൊറോണ ടൈമിൽ OTTക്ക് വേണ്ടി ഒരുപാട് ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചു. അതിനുശേഷം OTTക്കും വേണ്ട, എന്നേ തിയേറ്ററിലേക്ക് ഇട്ടേക്കാം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് ഇറക്കിയതാണെന്ന്. ഈ വർഷം തൊട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള തിയേറ്റർ റിലീസുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളെന്നും ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ പറഞ്ഞാണ്. അതിന് ഏകദേശം അടിവരായിട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ വർഷത്തെ റിലീസുകളൊക്കെ നടന്നിട്ടിരിക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് പൂർണ്ണമായിട്ടും എല്ലാം സക്സസ് റേഷ്യോ കൂടുതലാണെന്നൊന്നും പറയുന്നില്ല. കാര്യം ജനുവരി മാസം ഒരുപാട് ചിത്രങ്ങൾ റിലീസായിട്ട് ഓസ്ലർ മാത്രം എന്തോ ആണ് സാമ്പത്തികമായിട്ട് കേരള ബോക്സ് ഓഫീസിൽ വിജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി മാറി നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഫെബ്രുവരി മാസത്തെ റിലീസുകൾ നോക്കാൻ നേരത്ത് ഒരുപാട് ചിത്രങ്ങൾക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ആളുകൾ ടിക്കറ്റ് എടുത്ത് കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലേ. സന്തോഷം തോന്നുന്ന മാത്രമല്ല, കാര്യം കുറേ നാളുകളായിട്ട് ഇതുപോലൊരു ക്ലാഷ് ടൈറ്റ് കോമ്പറ്റീഷൻ കേരള ബോക്സ് ഓഫീസിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. എൻ്റെ ഓർമ്മയിൽ, അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അതായത് രണ്ട് മലയാള ചിത്രങ്ങളായിരിക്കണം, കേരള ബോക്സ് ഓഫീസിൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷനിൽ നിന്ന ചിത്രങ്ങളുമായിരിക്കണം, ഏകദേശം ഒരേപോലെ കളക്ഷൻ കയറി പോയിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളുമായിരിക്കണം. അങ്ങനെ ഒരു സിനിമ ഈ അടുത്ത കാലത്തായിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ചിത്രം വരുന്നില്ല. കുറേ നാളുകളായിട്ട് ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ബ്രഹ്മയുഗവും അതുപോലെ തന്നെ പ്രേമലുവും തമ്മിലുള്ള ഈ ക്ലാഷ് കാണാൻ നേരത്തെ എനിക്ക് തോന്നുന്നത്. കുറേ നാളുകളായിട്ട് സംഭവിച്ച പോലെ.
അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക ആ ചിത്രങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. കാര്യം ഒരുപാട് പേര് ബ്രഹ്മയുഗത്തിനെ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാര്യം ഈ പടമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളുടെയൊക്കെ അടിയിൽ ഒന്ന് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് ഒന്നേ പറയാനുള്ളൂ, ബ്രഹ്മയുഗം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുനിന്നും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളം വേർഷൻസ് കണ്ടിട്ട് തമിഴ്നാട്ടിലേക്ക് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കിളി പോവുകയാണ്. അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആളുകൾക്ക് ഈ സിനിമ. അപ്പോൾ ആ ലെവലിൽ മറ്റു ലാംഗ്വേജുകളിലെ റിലീസും കൂടി നടക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സിനിമയാണ് ബ്രഹ്മയുഗം. അപ്പോൾ ആ സിനിമയാണ് എന്തിനാണ് ഡീഗ്രേഡ് ചെയ്ത് സമയം കളയുന്നത്? കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സാധനം പിടിവിട്ട് പോയി ഗൈസ്. ഇന്നത്തെ കേരള ഓഡിയൻസിൻ്റെ ഒരു പൾസ് എന്ന് പറയുന്നത് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾ വന്നു കഴിഞ്ഞാൽ അവർ പോയി കാണും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിനു മുമ്പ് വിജയുടെ ലിയോ എന്ന് പറയുന്ന സിനിമ റിലീസായ സമയത്തും ലിയോ സിനിമയ്ക്കും ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് സംബന്ധിച്ച് പല രീതിയിലുള്ള മിക്സഡ് റെസ്പോൺസാണ് വന്നത്. പക്ഷേ സിനിമ ആസ് എ ഹോൾ നോക്കുവാണെങ്കിൽ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയാണെന്ന് എല്ലാ റിവ്യൂസും പറയുകയും ചെയ്തു. ആ ഒറ്റ കാര്യത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പുറത്ത് കേരളത്തിലെ ഉള്ള ഓഡിയൻസ് ടിക്കറ്റ് എടുക്കാൻ തയ്യാറായി. ഗംഭീര വിജയമാക്കി ആ സിനിമേനെ മാറ്റി. അപ്പം അതുപോലെയാണ് ഇപ്പോൾ ആളുകളുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോ, ആ സിനിമ 5 കോടിക്ക് വന്നാണെങ്കിലും 50 കോടിക്ക് വന്നാണെങ്കിലും 500 കോടിക്ക് വന്നാണെങ്കിലും കാണാം. മറിച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടത്തില്ലേ, അതായത് മോശം തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ കിട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ എത്ര കോടി മുടക്കി വന്ന സിനിമയാണെങ്കിലും അതിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവമാണ് ഇപ്പം കേരളത്തിലെ ഓഡിയൻസിനുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് തന്നെ എല്ലാവരും ഹൈലി എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇമ്മാതിരി തൊലിഞ്ഞ കമൻറ്റുമായിട്ട് ചെല്ലാൻ നിനക്കൊന്നും വേറെ പണിയില്ലേ? കാര്യം ആ സിനിമയ്ക്ക് എല്ലാ പ്രമുഖ റിവ്യൂസും പോസിറ്റീവ് റെസ്പോൺസാണ് കൊടുത്തത്. എല്ലാ മീഡിയാസിലും പോസിറ്റീവാണ്. ജനറൽ ഓഡിയൻസിൻ്റെ റിവ്യൂസ് മൊത്തം പോസിറ്റീവാണ്. പിന്നെ എന്തിനാണ് വെറുതെ കമൻ്റ് ഇട്ട് സമയം കളയുന്നത്? നിങ്ങളുടെ ഇഷ്ട താരങ്ങളുടെ സിനിമ, നിങ്ങളൊരിക്കലും മമ്മൂക്ക ഫാൻസ് ആയിരിക്കത്തില്ല ഈ കമൻ്റ് ഇടുന്ന ആളുകൾ. ലാലേട്ടൻ്റെയോ ദിലീപിൻ്റെയോ ജയറാമിൻ്റെയോ സുരേഷ് ഗോപിയുടെയോ ആരുടെയെങ്കിലുമൊക്കെ ഫാൻസ് ആയിരിക്കും, പൃഥ്വിരാജിൻ്റെയോ. അപ്പം നിങ്ങളുടെ നടന്മാരിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ഈ നടന്മാരിൽ നിന്നും ഇതുപോലത്തെ സംഭവമൊക്കെ ഇനി വരും. അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ഇപ്പം മമ്മൂക്ക എന്ന് പറയുന്നത് എന്തോ രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങിയേക്കുന്ന പോലെയാണ് ഗൈസ് തോന്നുന്നത്. കാര്യം പണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു മോശം പേര് മറ്റ് ഇൻഡസ്ട്രികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇവിടെ ബ്ലൂ ഫിലിംസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്നുള്ള ലേബലിലാണ് അറിയപ്പെട്ടിരുന്നത്. ആ സമയത്ത് മമ്മൂക്കയുടെ കിടിലൻ സിനിമകൾ, ന്യൂഡൽഹി അതുപോലുള്ള സിനിമകൾ, മറ്റേ CBIയുടെ ഒക്കെ ആ ഒരു ഫസ്റ്റ് പാർട്ട്, അതിലൂടെയൊക്കെയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ് അന്നുണ്ടായത്. അത് ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, പ്രിയദർശൻ ഉൾപ്പെടെ. പക്ഷേ ഇന്നത്തെ മലയാള സിനിമയുടെ പ്രതിസന്ധി എന്താണ് ഗൈസ്? പാൻ ഇന്ത്യൻ എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ പുറകെ ലോകം മുഴുവൻ, ലോകമല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള മറ്റ് ഇൻഡസ്ട്രികൾ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു റേസിൽ നമുക്ക് എത്താൻ പറ്റുന്നില്ല. ഇവിടെ പാൻ ഇന്ത്യൻ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നു, പാൻ ഇന്ത്യൻ സ്റ്റാറിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും ഇവിടെ നിന്നൊരു പാൻ ഇന്ത്യൻ പ്രൊഡ്യൂസായി വരുന്നില്ല. പാൻ ഇന്ത്യൻ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട ഒരു പ്രോസസ്സാണ്. എനിക്ക് തോന്നുന്നു രണ്ടും കൽപ്പിച്ചിട്ടാണ്. അങ്ങേർക്ക് അതും കൂടി ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണമെന്ന് താല്പര്യമുള്ള പോലെയാണ് പുള്ളി പ്രവർത്തിക്കുന്നത്. കാര്യം പുള്ളിക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? പുള്ളിക്ക് അല്ലെങ്കിൽ എന്താണ് ഇല്ലാത്ത, അല്ലെങ്കിൽ എന്താണ് ഇനി കിട്ടാനുള്ളത് അങ്ങേർക്ക്? എന്നിട്ടും സിനിമയുടെ പുറത്ത് ഇത്രമേൽ പാഷൻ വെച്ച് മലയാള ഫിലിം ഇൻഡസ്ട്രീനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ, ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഈ മനുഷ്യനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ? കാര്യം നിങ്ങളുടെയൊക്കെ ഇഷ്ടതാരങ്ങളും ആ ലെവലിലേക്ക് വരും. ഒരുപടി മുന്നേ ചവിട്ടി നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ശരിക്കും പറഞ്ഞാൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയേ വേണ്ടത്. അല്ലാണ്ട് വെറുതെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കേണ്ട ഒരു കാര്യമില്ല. ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് മമ്മൂക്കയുടെ ഈ ഒരു പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു അങ്ങേര് തന്നെ പണ്ട് ഇൻഡസ്ട്രിക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി എങ്ങനെ ആക്ട് ചെയ്തു, ഏത് രീതിയിലുള്ള പടങ്ങൾ പുള്ളി ചൂസ് ചെയ്തു, അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിനിമകൾ ചെയ്ത് ഇൻഡസ്ട്രീനെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്നത് മലയാളത്തിൻ്റെ മമ്മൂട്ടി തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയമുള്ള ഗൈസ്, അത് നടന്നിരിക്കും. ദി ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ, ഇന്ത്യാവിൻ മാപെരും നടികർ മമ്മൂക്ക അങ്ങേര് തന്നെ കൊണ്ടെത്തിക്കും. അത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു ചവിട്ടുപടിയാണ്. ഇതിൽ പിടിച്ച് ഇൻഡസ്ട്രി കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റു ഭാഷ റിലീസ് കഴിയാൻ നേരത്ത് തരംഗമാവും, നിങ്ങളുടെ വായിൽ അടിച്ച് കിട്ടിയ പോലെ ഇരിക്കും. ഇപ്പോഴേ അടിച്ച് കിട്ടിയേക്കാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതും കൂടി കഴിയാൻ നേരത്ത് നിനക്കൊന്നും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കമൻറ്റ് ഇടൽ നിർത്തിയിട്ട് ടിക്കറ്റ് എടുത്ത് പോയി സിനിമ കാണണ്ടേ. കാര്യം ഇതുപോലൊരു എക്സ്പീരിയൻസ് ഒക്കെ മോളിവുഡിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയുന്നത് വളരെ റെയറാണ്. ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്. അമ്മാതിരി സംഭവമാണ്. പോയി ടിക്കറ്റ് എടുത്ത് കാണണ്ടേ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ഈ ബ്രഹ്മയുഗം, പ്രേമലു, ഈ 2 സിനിമകളും ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 സിനിമകൾ നിങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് തോന്നിയ പോരായ്മകളൊക്കെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.